എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനി നവരത്ന മഞ്ജരി ഒരു സ്തോത്രകൃതിയല്ല എന്ന ടൈറ്റിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിനകം തന്നെ 5 മന്ത്രങ്ങളെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞു, പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് 6ാമത്തെ മന്ത്രത്തെയാണ് നമുക്ക് പരിചയപ്പെടേണ്ടുന്നത്. ഈ 5 മന്ത്രങ്ങളിലൂടെയും നമ്മൾ ആ മന്ത്രത്തിൻ്റെ സാരത്തെ ബോധ്യപ്പെടാൻ ശ്രമിക്കുകയും ഒപ്പം ഈ 5 മന്ത്രങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യമാണ്, അഖണ്ഡമായ ബോധസ്വരൂപമാണ് ജനനി എന്നുള്ള നിലയിലാണ് ജനനി അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ദേവത എന്നുള്ള നിലയിലല്ല എന്നുള്ളതാണ്, അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ഒരു ഉദ്യമത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പം ജനനി നവരത്ന മഞ്ജരി പൊതുവെ സ്തോത്രകൃതി എന്ന നിലയിൽ വിലയിരുത്തുന്നതിനെ അതിൻ്റെ സാരം ഉൾക്കൊണ്ടിട്ട് തെറ്റിദ്ധാരണ തിരുത്തുക, ഇതൊരു ദാർശനിക കൃതിയാണ്. പണ്ഡിതന്മാർ പഠന സൗകര്യത്തിന് അതിനെ സ്തോത്രകൃതി എന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ കൃതിയിലെ പ്രതിപാദ്യം പൂർണ്ണമായും അഖണ്ഡമായ അറിവാണ് എന്ന് തിരിച്ചറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഈ 5 ശ്ലോകങ്ങളിലും അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. നമുക്ക് 6ാമത്തെ മന്ത്രത്തെ പരിചയപ്പെടാം. അപ്പം ആ മന്ത്രത്തെ പദം പിരിച്ച് മീനായതും ഭവതി, മാനായതും ജനനി, നീ നാഗവും നഗഗം, താനായതും ധര നദീ നാരിയും നരനും, ആ നാഗവും നരകവും, നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും, ഈ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി, അഹോ നാടകം നീലവും. ഇങ്ങനെയാണ് അത് ആ മന്ത്രത്തിൻ്റെ പദം പിരിയുന്നത്. അപ്പോൾ ഗുരു ഈ മന്ത്രത്തിലൂടെ സകലവും ദൈവമാണ്, അറിവാണ്, അഖണ്ഡമായ ബോധമാണ് എന്ന് വളരെ വ്യക്തമായി സ്ഥാപിക്കുകയാണ്. അതിനോരോന്നും എടുത്തെടുത്ത് പറയുകയാണ്. മീനായതും, മീൻ ഏതാണ്? മീൻ ജനനിയാണ്. അപ്പം ജനനി ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്നത്. ജനനി ദേവതയല്ല, മറിച്ച് അഖണ്ഡമായ ബോധത്തിൻ്റെ പ്രതീകമാണ്. അഖണ്ഡബോധ സ്വരൂപിണിയാണ്, ഒന്നായ മാമതിയാണ്, ഏകമായിരിക്കുന്ന മഹാമതിയാണ്, മഹാബുദ്ധിയാണ് ജനനി, ദേവതയല്ല. അപ്പോൾ ആ അഖണ്ഡമായ ബോധസ്വരൂപിണി തന്നെയാണ് മീനായിരിക്കുന്നത്. ആ അഖണ്ഡബോധ സ്വരൂപത്തിൽ നിന്ന് വ്യത്യസ്തമല്ല, ഭിന്നമല്ല മീൻ. മീൻ എന്നത് ഒരു ജീവി, ഒരു ജന്തു, ജീവനുള്ള ഒരു ജന്തു, കടലിൽ വസിക്കുന്ന, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജന്തുവാണ് മീൻ. പക്ഷെ ആ മീൻ എന്ത് തന്നെയാണ്? അഖണ്ഡമായ ബോധസ്വരൂപമാണ്. മീനായതും ഭവതി, മാനായതും ജനനി. അല്ലയോ അമ്മേ, നീ തന്നെയാണ്. അല്ലയോ ജനനി, അല്ലയോ ഭവതി, അങ്ങു തന്നെയാണ് മീനായിരിക്കുന്നത്, അവിടുന്ന് തന്നെയാണ് മാനായിരിക്കുന്നത്. മീനായതും ജനനി, മീനായതും ഭവതി, മാനായതും ജനനി, നീ നാഗവും നഗം ഗഗം. നീ നാഗമാണ്, പാമ്പാണ്, പാമ്പായിരിക്കുന്നത് നീ തന്നെയാണ്. ഗഗം പക്ഷിയായിരിക്കുന്നത് നീ തന്നെയാണ്. ആകാശമായിരിക്കുന്നതും നീ തന്നെയാണ്. നഖഗം, നഖം ആകാശം, ഗഗം പക്ഷി. അപ്പോൾ എന്തൊക്കെയാ? ഗുരു ഈ സർവ്വതും, ഈ പ്രപഞ്ചത്തിലുള്ള സകലവും ഈ അഖണ്ഡബോധ സ്വരൂപമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് ഭാഷയുടെ സൗന്ദര്യത്തെ നമുക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഭാഷയെ
എന്താ അമ്മാനമാടുകയാണ് വാക്കുകളെ കൊണ്ട്. നീ നാഗവും നഗഗഗം, നീ പാമ്പാണ്, അതേപോലെ പക്ഷിയാണ്, അതേപോലെ ആകാശമായിരിക്കുന്നതും നീ തന്നെയാണ്, ഗഗനമായിരിക്കുന്നതും നീ തന്നെയാണ്. അപ്പം നോക്കൂ, അപ്പം ഈ നിന്നിൽ നിന്ന് ഭിന്നമായി യാതൊന്നുമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാക്കുകൾ ഓരോന്നും ഉപയോഗിക്കുന്നത്. ഈ വാക്കുകൾ മാത്രമാണ് നീ എന്നല്ല, മറിച്ച് ഈ ഇതെല്ലാം തന്നെ ഈ ഓരോ വ്യത്യസ്തമായി പറയുന്ന മീനും മാനും എന്താ പ്രാസമാണ് അവിടെ. മീനും മാനും, പിന്നെന്താ നാഗവും നഗഗഗവും, ഓക്കെ, നഗഗഗം, താനായതും, താനായിരിക്കുന്നത് ആരാണ്? ഈ ഞാനാരാണ്? ഈ താനായിരിക്കുക എന്ന് പറഞ്ഞാൽ താനെന്ന് പറയുമ്പം മറ്റൊരാൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനെന്നും പറയും. അതുകൊണ്ടാണ് താനായതും ഭവതി, എന്താണ്, മീനായതും ഭവതി മാനായതും ജനനി, നീ നാഗവും നഗഗഗം, താനായതും ധര നദി നാരിയും നരനും. ധര ഭൂമി ആരാണ്? ഭൂമി നിന്നിൽ നിന്ന് ഭിന്നമല്ല, ഭൂമിയായിരിക്കുന്നതും നീ തന്നെയാണ്. ധര നദി പുഴ നീയാണ്. പുഴയായിരിക്കുന്നതും ധര നദി നാരിയും സ്ത്രീയും നരനും പുരുഷനും നീ എന്താണ്? നീ തന്നെയാണ്. താനായതും ധര നദി നാരിയും നരനും, ആ നാഗവും നരകവും, സ്വർഗമായിരിക്കുന്നത് നീ തന്നെയാണ്, നരകമായിരിക്കുന്നത് നീ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നമ്മുടെ ബോധത്തിലുണ്ടോ അതെല്ലാം തന്നെ ഈ ബോധസ്വരൂപിണിയാണ് എന്നാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ വാക്കുകളെ നോക്കി എത്ര പ്രാസത്തോടുകൂടി വ്യത്യസ്തതകളെ ചേർത്ത് വയ്ക്കുന്നു ഗുരു. അപ്പോൾ അതിന് തക്കവണ്ണം വാക്കുകളെ ഉപയോഗിക്കുന്നു. വ്യത്യസ്തതകളെ, ഭിന്നമെന്ന് തോന്നുന്ന ഘടകങ്ങളെ എല്ലാം തന്നെ വാക്കുകൾ കൊണ്ട് ചേർത്ത് സമാനതകൾ വെച്ച്, വാക്കുകളുടെ സമാനത, ആസ്വാദ്യത നിലനിർത്തിക്കൊണ്ട് ഒന്നാണെന്ന് സ്ഥാപിക്കുകയാണ്. നീ നാഗവും നഗഗഗം, താനായതും ധര നദീ നാരിയും നരനും, ആ നാഗവും നരകവും, നീ നാമരൂപം, അതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും. നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും. ഈ ഞാനായതും ഭവതി, ഹേ നാദരൂപിണി, അഹോ നാടകം നിഖിലവും. അപ്പം നോക്കുക, ഇപ്പം നോക്കിയേ, ഇപ്പം ഇവിടെ നമ്മൾ കുറേ വാക്കുകൾ പരിചയപ്പെട്ടു. കുറേ പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ എന്ന് പറയുന്നത് പോലെ പുഴയും മാനും മയിലും എല്ലാം അങ്ങനെ എന്താ പ്രാസം കൊണ്ട് ചേർത്ത് വെക്കാവുന്ന വാക്കുകളെയെല്ലാം, വ്യത്യസ്തമെന്ന് തോന്നാവുന്ന വസ്തുക്കളെയെല്ലാം തന്നെ ചേർത്ത് പറഞ്ഞിട്ട് ഇതെല്ലാം നീയാണ് എന്നാണ് സമർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ ഈ ശ്ലോകത്തെ മനസ്സിലാക്കുമ്പം ഇതിൽ ഗുരു ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് ഈ അഖണ്ഡമായ ബോധസ്വരൂപത്തിൽ നിന്ന് ഭിന്നമായി യാതൊരു വസ്തുവും ലോകത്തില്ല. അപ്പോൾ ഈ ലോകത്ത്, പ്രപഞ്ചത്ത് കാണുന്ന സകലവും ഈ അഖണ്ഡബോധ സ്വരൂപമാണ്, അറിവാണ്, അഖണ്ഡബോധ സ്വരൂപമാണ്. അപ്പം ജനനിയുടെ രൂപമെന്ന് പറയുന്നത് അഖണ്ഡമായ ബോധസ്വരൂപമാണ്. ഖണ്ഡിക്കാൻ പറ്റാത്ത, വിഭജിക്കാൻ പറ്റാത്ത, ഒന്നായിരിക്കുന്ന, ഘനീഭവിച്ചിരിക്കുന്ന ബോധസ്വരൂപമാണ് ജനനി എന്നാണ് ഗുരു സ്ഥാപിക്കുന്നത്. അത് സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തക്കവണ്ണം നമുക്ക് പരിചിതമായ വ്യത്യസ്തമായ വാക്കുകളെ, വ്യത്യസ്തമായ വസ്തുക്കളെ ഗുരു ചേർത്തിട്ട് അതും ദേവിയാണ്. അവിടെ ശ്രദ്ധിക്കണം. അപ്പം ദേവി എന്ന് പറയുമ്പോൾ ദേവതയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതും ജനനിയാണ്. ആ ജനനിക്ക് ഗുരു കൊടുക്കുന്ന മഹത്തായ ഒരു അർത്ഥതലമുണ്ട്. അത് കേവലം നമുക്ക് പരിചയമുള്ളൊരു ദേവതാസ്വരൂപമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ ആകെ നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായി എടുത്തു മാറ്റാൻ കഴിയാത്ത പ്രപഞ്ചസ്വരൂപിണിയാണ്, അഖണ്ഡ ബോധസ്വരൂപിണി. പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ബോധ്യമുള്ള, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, എന്നാൽ അഖണ്ഡബോധസ്വരൂപം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം താങ്ങായി നിൽക്കുന്ന, അപ്പോൾ അദ്വൈതീവിയിൽ പറയുന്ന പോലെ ബോധത്തിൽ നിന്ന് വിലസുന്നു,
മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ആ പരമാവധി ബോധത്തെ ഒരു സ്വരൂപമായി അവതരിപ്പിക്കാവുന്നതിനാണ് ഗുരു ഈ ജനനി എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജനനി എന്നുള്ള വാക്കിലൂടെ ഗുരു ഈ അഖണ്ഡ ബോധത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അനുസന്ധാനം ചെയ്യുന്നവർ, ഈ ഈ കൃതിയെ പിൻപറ്റുന്നവർ, അതിലൂടെ നമ്മുടെ കാഴ്ചപ്പാടും ഗുരു പ്രതീക്ഷിക്കുന്ന മാതിരി വികസിതമായി വരേണ്ടുന്നതാണ്. അപ്പോൾ അതൊരു ദേവത എന്നുള്ള തരത്തിലേക്ക്, ഒരു സ്തോത്രകൃതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ അഖണ്ഡതയെ കേവലം ഒരു വിഗ്രഹമായി ചെറുതാക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെറുതാക്കിക്കൂടെന്നുള്ളതാണ് നമ്മുടെ ഉദ്ബോധനം. ഇപ്പം നോക്കണം, ഇപ്പം ശിവഗിരിയിലെ ശാരദയെ ഗുരു പ്രതിഷ്ഠിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ കൃതി രചിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ശാരദയെ എത്ര സുന്ദരമായാണ് ഗുരു അവിടെ സംസ്ഥാപിച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഇപ്പം നമ്മൾ ശിവഗിരിയിലെ ശാരദാമഠത്തിൽ പോയി ശാരദയെ നോക്കുമ്പം നമ്മൾ ആ വിഗ്രഹത്തിൻ്റെ സൗന്ദര്യത്തിലാണ് അത് നാമഗ്നമാകുന്നത്. അപ്പോൾ സൗന്ദര്യ ദേവതയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സൗന്ദര്യത്താലാണ്. അപ്പോൾ ഇത് സുന്ദരമാണ്, കണ്ടോ? ആ സൗന്ദര്യത്തെ ഒരു ഉപാധിയിലൂടെ ആവിഷ്കരിക്കുന്ന മാതിരിയാണ് ഗുരു ഈ വിഗ്രഹം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിഗ്രഹത്തെ സംബന്ധിച്ചൊക്കെ പറയാറുണ്ടല്ലോ ചരിത്രകാരന്മാർ. അപ്പം ആദ്യമേ ഉണ്ടാക്കിയെന്നും അത് ഗുരുവിന് പ്രിയമായില്ല. അത് ആകാത്തത് കൊണ്ട് എന്നുവെച്ചാൽ ഗുരുവിൻ്റെ ആ സൗന്ദര്യ ബോധം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുവാനായിട്ട് ശില്പിക്കായില്ല. അപ്പോൾ ഗുരു എന്ത് ചെയ്തു, ആ ശില്പത്തെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഗുരുവിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആ രൂപം, ആ സൗന്ദര്യ രൂപം, ആ സൗന്ദര്യധാമമായിരിക്കുന്ന ആ ശില്പം അവിടെ വരണം. അതിനുവേണ്ടി ശില്പി വന്നു. പക്ഷെ ഈ ശില്പിയെ സംബന്ധിച്ചൊക്കെ ഈ ശില്പി ആരും കണ്ടിട്ടില്ലെന്നാണ് കേട്ടോ. ഇപ്പോൾ ഒരു ശില്പി അവിടെ വരും. ഇത് ഞാൻ ശിവഗിരി മഠത്തിൽ വളരെ പ്രായം ചെന്ന, എൻ്റെ ചെറുപ്പത്തിൽ അന്ന് വളരെ പ്രായം ചെന്ന സന്യാസിമാരിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. അതിന് ലിഖിതമായ രേഖകളൊന്നുമില്ല. ഈ ശില്പിക്ക് വേണ്ടി ഒരു പൈസ പോലും മഠത്തിൽ നിന്ന് കൊടുത്തതായി വൗച്ചറുകളില്ല എന്നാണ്. ഒരു ശില്പി വരുന്നു, ഈറനൊടുത്ത് ശില്പി വരുന്നു, ശില്പി കൊത്തുന്നു, വൈകുന്നേരം കാണുന്നില്ല. വീണ്ടും രാവിലെ ശില്പി എത്തുന്നു, നിർമ്മാണം നടക്കുന്നു, വൈകുന്നേരം ശില്പിയെ കാണാറില്ല. ശില്പിക്ക് അവിടുന്ന് എന്തെങ്കിലും കൊടുത്തതായി എവിടെയും ഒരു രേഖയുമില്ല. ആരാണ് ഈ ശില്പി എന്നുള്ളത് ആർക്കും വ്യക്തവുമല്ല. ആ ശില്പിയുടെ പേരോ ശില്പി സംബന്ധമായ എന്തെങ്കിലുമോ ശിവഗിരി മഠത്തിൻ്റെ രേഖകളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ശില്പി ആര് എന്നുള്ളൊരു ചോദ്യം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. കാരണം ഗുരുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന, ഗുരുവിൻ്റെ ഹൃദയസ്വരൂപിണിയെ ഈ ശാരദാമഠത്തിലേക്ക് നമ്മൾക്ക് വേണ്ടി കൈമാറുവാൻ, വാസ്തവത്തിൽ ആ ശില്പി എന്താ ചെയ്തത്, ഗുരുവിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആ രൂപത്തെ നമുക്ക് വേണ്ടി, നമുക്ക് ആസ്വദിക്കുവാൻ, നമുക്ക് ആരാധിക്കുവാൻ, അപ്പം ആരാധിക്കുവാൻ വലിയ ആരാധനയൊന്നും പാടില്ലെന്ന് കൂടി കൽപ്പിച്ചു. അതാണ് അതിൻ്റെ മറ്റൊരു പ്രധാന വിഷയം. അപ്പം ആ ഗുരുവിൻ്റെ ഹൃദയസ്ഥിതയായ സൗന്ദര്യ തിടമ്പിനെ, സൗന്ദര്യ സ്വരൂപത്തെ ഈ ശാരദാമഠത്തിലേക്ക് പ്രതിഷ്ഠിക്കത്തക്കവണ്ണം ശില്പമാക്കി മാറ്റി ആ ശില്പി ആര് എന്ന് അന്വേഷിക്കുമ്പോൾ, അത് ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ അന്വേഷിക്കുമ്പോൾ അത് ഗുരുവല്ലാതെ മറ്റാരുമല്ല ആ ശില്പി എന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഗുരു അല്ലാതെ വേറെ ഫിസിക്കലായി യാതൊരു എവിഡൻസും ഇല്ല. ഇപ്പോൾ എവിടുന്ന് വരുന്നെന്നോ, ഏത് വീട്ടുകാരനാണെന്നോ, ഏത് നാട്ടുകാരനാണെന്നോ. അപ്പോൾ ഗുരുവിൻ്റെ ശില്പം ഉണ്ടാക്കിയ ഇറ്റലിക്കാരനെ എല്ലാവർക്കും അറിയാം. അതേ ഇറ്റലിക്കാരനാണെന്നും തവറല്ല എന്നാണ് പേരെന്നും ഒക്കെ നമുക്കറിയാം. അത് ഇത് എല്ലാം അതിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും അത് ഏത് മെറ്റീരിയലാണ് ഉണ്ടാക്കിയതെന്നും ഒക്കെ എവരിതിങ് നമുക്കറിയാം. പക്ഷേ ശാരദാദേവിയെ ഉണ്ടാക്കിയ ശില്പിയെക്കുറിച്ച്
അങ്ങനെയുള്ള ഭൗതികമായ യാതൊരു വിവരവുമില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഹൃദയസ്ഥിതിയായ ഈ സൗന്ദര്യധാമത്തെ ഇന്ന് നമുക്ക് ശാരദാമഠത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ശാരദാമഠത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പം ഒരു ദേവീ വിഗ്രഹത്തെ, സാധാരണ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ തൊഴുന്ന ഭാവത്തിലല്ല നമ്മൾ ആ വിഗ്രഹത്തെ കാണുന്നത്. അത് കണ്ണ് തുറന്നു കാണുകയാണ് ചെയ്യുന്നത്. എന്താ കാര്യം? അത് കണ്ണിന് കുളിർമ നൽകുന്ന ശില്പമാണ്, വിഗ്രഹമാണ്. അല്ലാതെ ഇരുളടഞ്ഞ, ഇപ്പം നമ്മളിപ്പോൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഒരു ഇരുണ്ട രൂപത്തിൽ കുറേ മലയും പിന്നെ അലങ്കാരങ്ങളും ചേർത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുക. പക്ഷേ ശാരദ അങ്ങനെയല്ല. ആ ശാരദയെ കണ്ണു തുറന്ന് ആസ്വദിക്കത്തക്ക വണ്ണമാണ് ഗുരു അവിടെ ചമച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദേവതാ സങ്കല്പം അല്ലെങ്കിൽ ഒരു ദേവതാ സ്വരൂപമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ആദി കാരണമായ സത്തയെ ആവാഹിച്ച് അത് സൗന്ദര്യ സ്വരൂപമായി അവതരിപ്പിക്കുകയാണ് ഗുരു ചെയ്തത്. അപ്പം ആ അഖണ്ഡബോധത്തിൽ നിന്ന് ഭിന്നമായി യാതൊന്നുമില്ല. ഈ ഞാനായതും ഭവതി. കണ്ടോ? ഈ ഞാനാരാണ്? അത് നീയാണ്. കണ്ടോ? ഈ ഞാനായതും ഭവതി, ഞാൻ നിന്നിൽ നിന്ന് അന്യമല്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ പരമമായ സത്യത്തെ ബോധ്യപ്പെടുത്തുവാനല്ലേ ഗുരു ഈ രചനകൾ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായും ചിന്തിച്ച് ബോധ്യപ്പെടേണ്ടുന്നതാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഗുരു ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ഞാനായതും ഭവതി, ഞാൻ നീ തന്നെയാണ്. നിന്നിൽ നിന്ന് അന്യമായി ഒരു ഞാനില്ല, അല്ലെങ്കിൽ എന്നിൽ നിന്ന് അന്യമായി ഒരു നീയില്ല. ഇപ്പം നമ്മൾ ഈ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരു പറയുമല്ലോ, നീ ഇരപ്പാളി, ഞാനോ പിച്ചക്കാരൻ. ഇല്ലേ? നീ ആരാ? നീ ഇരപ്പാളിയാ. സുബ്രഹ്മണ്യനെയാണ് വിളിക്കുന്നതെന്ന് ഓർമ്മിക്കണം. വാസ്തവത്തിൽ ഇന്നെങ്ങാനും ഗുരു സുബ്രഹ്മണ്യനെ ഇരപ്പാളി എന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകും, വലിയ എന്താ പറയുക, പ്രതിഷേധം ഉണ്ടാകും. ഹിന്ദു ദേവതയെ ഇരപ്പാളി എന്ന് വിളിച്ചു എന്ന് വേണമെങ്കിൽ ആ ഗുരുവിനെ ആക്ഷേപിക്കാം, അല്ലെങ്കിൽ ഗുരുവിനെ ആക്രമിക്കാം. പക്ഷേ ഈ ഇരപ്പാളിയും പിച്ചക്കാരനും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? ഗുരുവിൻ്റെ ആ പ്രയോഗത്തിൻ്റെ ഒരു സാങ്കേതികത്വമാണ് പെട്ടെന്ന് കടന്നു വന്നത്. ഇരപ്പാളി എന്ന് പറഞ്ഞാൽ എന്താ? ഇരപ്പാളി എന്ന് പറഞ്ഞാൽ ഈ ഇരന്നുകൊണ്ടിരിക്കുന്നവനാണ് ഇരപ്പാളി എന്ന് പറഞ്ഞാൽ. അവൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യും? വീണ്ടും ഇരന്നുകൊണ്ടിരിക്കും. അവൻ്റെ ഉള്ളതിൽ എല്ലാം ഉണ്ട് അവനിൽ, അവനിലാണ് സർവ്വം ഇരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവൻ എന്ത് ചെയ്യും? പിന്നെ ഇരന്നുകൊണ്ടിരിക്കും. അതാണ് ഇരപ്പാളി. പിച്ചക്കാരനോ? പിച്ചക്കാരൻ ഒന്നുമില്ല, ഒന്നുമില്ലാതെ ഇറക്കുന്നവൻ പിച്ചക്കാരനും, എല്ലാം വെച്ചുകൊണ്ട് ഇറക്കുന്നവൻ ഇരപ്പാളിയും. ഇതാണ് അവിടെ ആ പ്രയോഗത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ അർത്ഥതലവും. അത് ആ വാക്കുകൾക്ക് വ്യത്യാസം വരും. കേൾക്കുമ്പം ഇരപ്പാളിയും പിച്ചക്കാരനും ഒക്കെ ഒന്നാണെന്ന് തോന്നും. പക്ഷേ ഇരപ്പാളി എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു പൊതു സ്വഭാവമാണത്. അവൻ എത്രയുണ്ട്, ചില നമ്മുടെ മനുഷ്യരിലും ഉണ്ടല്ലോ അങ്ങനെ. മനുഷ്യരിലും എത്രയുണ്ടെങ്കിലും വീണ്ടും 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 ഇരന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. എന്നാൽ ഒന്നുമില്ലാതെ ഘട്ടത്തിൽ ഇറക്കുന്നവരുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗുരു ഇങ്ങനെ ഇരപ്പാളിയെന്നും പിച്ചക്കാരനും ഒക്കെ പറയുമ്പോഴും ഈ പിച്ചക്കാരനും ഇരപ്പാളിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ നീ ഞാൻ ഒന്ന് തന്നെ എന്നുള്ള ആ ഒരു മഹത്തായ ആശയമാണ്, ആ ഏകത്വത്തിൻ്റെ തത്വശാസ്ത്രമാണ് ഗുരു അവതരിപ്പിക്കുന്നത്. അപ്പം ദൈവവും ഞാനും ഒന്നാണ് എന്നുള്ള പരമസത്യത്തെ പ്രതിപാദിക്കുകയാണ് ഈ കൃതിയിൽ. എന്നിൽ നിന്ന് വ്യത്യസ്തമായൊരു ദൈവമില്ല, ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ഞാനില്ല. അപ്പം ഞാനായതും ഭവതി ഹേ നാദരൂപിണി. അപ്പം ഈ സൗന്ദര്യധാമത്തിന്, ഈ ഏകത്വബോധത്തിന്, ഈ അഖണ്ഡബോധ സ്വരൂപത്തിന് ഗുരു ഒരു വിശേഷണം കൽപ്പിക്കുകയാണ്. ഹേ നാദരൂപിണി, നാദസ്വരൂപമാണ്. ഈ നാദം ഗുരുവിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആണ്, അല്ലേ? നാദം കടന്നു നടുവേ വിലസുന്ന നിന്മേ മറ്റൊരു കൃതിയിൽ പ്രതിപാദിക്കുകയാണ്. അപ്പം ആത്മാവിനെ പറയുകയാണ്,
നാദം കടന്നു നടുവേ വിലസുന്നു. അപ്പം നാദത്തിലുണ്ടാം നമശിവായ പൊരുൾ, കുണ്ടലിനിപ്പാട്ട്. അപ്പം നാദമെന്ന് പറയുന്നത് ഒരു അനുഭവത്തിൻ്റെ ഒരു തലമായി ഗുരു അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ആത്മസാധന ചെയ്ത് ആത്മാന്വേഷണം നടത്തി ആത്മബോധം തെളിയുന്ന, ആത്മസാക്ഷാത്കാരം തെളിയുന്നതിൻ്റെ ഭാഗമായി, ആ പ്രക്രിയയുടെ ഭാഗമായി വരുന്ന ഒരനുഭവമാണ് നാദാനുഭവം എന്ന് പറയുന്നത്. അപ്പം ഗുരു ആ അനുഭവത്തെയാണ് നാദസ്വരൂപിണി എന്ന് ഇവിടെ ജനനിയെ വിശേഷിപ്പിക്കുവാൻ, ഈ അഖണ്ഡബോധത്തെ. അപ്പോൾ നോക്കൂ, ഇതെല്ലാം തന്നെ ഒരു ആത്മാന്വേഷണ പ്രക്രിയയിലൂടെ ഒരു ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്ന, ഞാൻ ആരാണ് എന്ന് ഉത്തമമായ തിരിച്ചറിവിലേക്ക് എത്തുന്ന ഒരു അനുഭവത്തിൻ്റെ കൃത്യമായ ആവിഷ്കാരമാണ് ജനനി നവരത്നമഞ്ജരി. അല്ലാതെ ഒരു സ്തുതിപ്പല്ല, അതൊരു സ്തോത്രമല്ല, ഒരു സ്തുതിപ്പ് ഗീതമല്ല. അപ്പോൾ സ്തുതിപ്പെന്ന് പറയുമ്പോൾ എന്താ? ആ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതാണ്. ഒരു ദേവതയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. നമുക്ക് ഒരുപാട് പ്രാർത്ഥനാ പുസ്തകങ്ങൾ അങ്ങനെ കിട്ടും. ഓരോ ദേവതയെക്കുറിച്ചുമുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങൾ അത്തരത്തിൽ ലഭ്യമാണ്. അതെല്ലാം സ്തുതിഗീതങ്ങളാണ്, സ്തുതിപ്പുകളാണ്. പക്ഷെ ഗുരുവിൻ്റെ ജനനി നവരത്നമഞ്ജരി സ്തുതിപ്പല്ല, അത് അനുഭവത്തിൻ്റെ കൃത്യമായ ആവിഷ്കാരമാണ്. അപ്പോൾ ഒരു ആത്മസാധകൻ്റെ, ആത്മാന്വേഷകൻ്റെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു പരമാത്മാവിൻ്റെ കൃത്യമായ ആവിഷ്കാരമാണ് ജനനി നവരത്നമഞ്ജരി. അതുകൊണ്ടാണ് ഈ നാദസ്വരൂപിണി, നാദരൂപിണി, ഹേ നാദരൂപിണി എന്ന് പറയുന്നത്. എന്നിട്ടോ പ്രപഞ്ചത്തെക്കുറിച്ച് പറയും, ഞാൻ ആരാണ്? അത് ഞാൻ നീയാണ്. ഇനി ഈ പ്രപഞ്ചം എന്താണ്? അഹോ നാടകം നിഖിലവും. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം തന്നെ, ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. അപ്പോൾ എന്താ നാടകത്തിൻ്റെ സവിശേഷത? എന്താ? നാടകം റിയൽ അല്ല, അത് വാസ്തവമല്ല. ഒരു എന്താ പറയുന്നത്, ഇപ്പം നമുക്ക് സ്റ്റേജിൽ നാടകം വേഷമണിഞ്ഞ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ആ ഓരോ അഭിനേതാക്കളും എന്താ പറയുന്നത്, അതിനോട് താതാമ്യപ്പെട്ട് അതാണ് ശരി, ആ പേരിന് അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ അന്വർത്ഥമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അന്വർത്ഥമാക്കുമ്പോഴെന്താ, അത് റിയലാണ്, അത് വാസ്തവമാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ അത് വാസ്തവമല്ല. കട്ടൻ വീണ് കഴിയുമ്പോൾ എന്താണ്, ഈ ഓരോ കഥാപാത്രവും അവരുടെ സ്വസ്ഥിതിയിലേക്ക്, ആരാണോ ആ നിലയിലേക്ക് അവർ മാറുന്നു. അവരുടെ അനുഭവം മാത്രമായി മാറുന്നു. സ്റ്റേജിൽ നമ്മുടെ മുമ്പിൽ കളിക്കുമ്പോഴോ ആ കഥാപാത്രത്തിൻ്റെ അനുഭവത്തെയാണ് അവിടെ പ്രകടമാക്കുന്നത്, ആ ക്യാരക്ടറാണ് അവിടെ ആവിഷ്കരിക്കുന്നത്. പക്ഷേ കട്ടൻ വീണ് കഴിയുമ്പോൾ അവർ വീണ്ടും അവരുടെ സ്വസ്ഥിതിയെ പ്രാപിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം തന്നെ ഇതുപോലൊരു നാടകമാണ്. അപ്പോൾ ഇതെല്ലാം വാസ്തവമാണ് എന്ന് കരുതി ജീവിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകും. ഇപ്പം നമുക്കെല്ലാം ജീവിതത്തിൽ ഒട്ടൊരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം ഈ നാടകത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ നമ്മൾ കൃത്യമായി അത് അനുഭവിക്കുന്നു. നമ്മളത് അപ്പം നോക്കണം. ഇപ്പം ഈ ദുഃഖ കഥാപാത്രങ്ങളുണ്ടല്ലോ, വേദനിക്കുന്ന കഥാപാത്രങ്ങൾ, ട്രാജിക് ക്യാരക്ടേഴ്സ്, അപ്പം അവരൊക്കെ അത് ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് ആ അഭിനയം മികവുള്ളതാകുന്നത്. എന്നതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കിപ്പം നമ്മുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങളുണ്ട്, ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഈ ഓരോ അനുഭവത്തെയും അതിനോട് ചേർന്ന് നിന്ന് ആസ്വദിക്കുമ്പോഴാണ് ആ അവസ്ഥ ഏറ്റവും നന്നായി അവതരിപ്പിക്കപ്പെടുന്നത്. ട്രാജിക് ക്യാരക്ടർ ആണെങ്കിലും ആ ട്രാജഡിയോട് എത്രത്തോളം ഇഴുകിച്ചേർന്ന് ആ ക്യാരക്ടർ അഭിനയിക്കുന്നുവോ അതിനനുസരിച്ചിട്ടാണ് അത് മികവുള്ളതാകുന്നത്. ഇത് ട്രാജഡിയാണ്, അതിനോട് ഇഴുകാതെ
അതിൽ ലയിക്കാതെ അഭിനയിച്ചാൽ ആ അഭിനയം ശ്രോതാക്കൾക്ക്, കാണുന്നവർക്ക് ഹിതകരമാവില്ല. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതൊരു നാടകമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നമ്മുടെ ഇപ്പം നമുക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ മക്കളുണ്ട്, ഇങ്ങനെ നമ്മളെല്ലാം ഓരോ ക്യാരക്ടറിൽ നമുക്ക് ഇന്ന ജോലിയുണ്ട്, ഇതെല്ലാം ചെയ്യുന്നു. ഇപ്പം ഇപ്പം തന്നെ ഇത് ഈ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കുന്നു. അപ്പം ഈ വിഷയം അവതരിപ്പിക്കുവാൻ ഞാൻ എനിക്കൊരു സ്ക്രിപ്റ്റ് വെച്ചാണ് എൻ്റെ പ്രവർത്തനം. ഓരോ വ്യക്തിയും ആ സ്ക്രിപ്റ്റിൻ പ്രകാരമാണ്. ആ സ്ക്രിപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പം ഇതാണ് ചെയ്യേണ്ടുന്നതെന്ന് അറിയാം. അത് കൃത്യമായിട്ടും അങ്ങ് ചെയ്യുക എന്നതുപോലെ ഓരോ മനുഷ്യരുടെയും ജീവിതം ഒരു നിശ്ചയിക്കപ്പെട്ട നമുക്കറിയാത്തൊരു സ്ക്രിപ്റ്റിന്മേലുള്ള അഭിനയമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളെ സംബന്ധിച്ച് ഇപ്പം നാളെ എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ. ഇല്ല, ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ എന്തെല്ലാം വൈദഗ്ധ്യമുള്ളവരായിരുന്നാലും ശരി, അടുത്ത നിമിഷം എന്തായെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ്? സ്ക്രിപ്റ്റ് നമ്മുടേതല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമുക്ക് സ്ക്രിപ്റ്റ് അറിയാമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത നിമിഷം ഇതെല്ലാം നമുക്ക് കൃത്യമായി അറിയാമായിരിക്കും. അപ്പോൾ സ്ക്രിപ്റ്റ് നമ്മുടേതല്ല എന്നറിഞ്ഞ് ഈ സന്ദർഭങ്ങളെ വിനിയോഗിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ആ തത്വമാണ് സ്ക്രിപ്റ്റ് നമ്മുടേതല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഗുരു അഘോ നാടകം നിഖിലവും എന്ന പ്രഖ്യാപനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇതറിഞ്ഞ് നമ്മൾ ജീവിക്കണം. സ്ക്രിപ്റ്റ് എല്ലാം ഞാൻ തീരുമാനിക്കും, എല്ലാം എന്നൊക്കെയുള്ള തരത്തിൽ എനിക്കറിയാം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്കൊന്നും അറിയില്ല എന്നുള്ള വസ്തുത കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടുന്നതാണ്. അപ്പം കൃത്യമായ ഒരു സംഗതി മനസ്സിലാക്കേണ്ടുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് ഈ നാടകം, ഇറ്റ് ഈസ് വൺ ഓഫ് ദി സ്റ്റേജസ് ത്രൂ വിച്ച് വി ആർ പാസിംഗ് എന്നാണ്. ഇങ്ങനെ ഇനിയുണ്ട് അടുത്ത കളി. എന്താണ്, ഒരു ദിവസം തന്നെ നാടകക്കാർ 2-3 കളി ചെയ്യുന്നത് പോലെ അടുത്ത കളിയിൽ എവിടെയാണെന്നറിയില്ല, ഏത് സ്റ്റേജാണെന്നറിയില്ല. പക്ഷേ ഈ കളി പൂർത്തിയാക്കിയാലേ അടുത്ത കളിക്ക് പോകാൻ ഒക്കൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ കളി എത്രയും ഭംഗിയായി പൂർത്തിയാക്കിയിട്ട് പോയാൽ നല്ല കയ്യടിയോടെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന കയ്യടിയാണ് വാസ്തവത്തിൽ നമുക്ക് അടുത്ത സ്റ്റേജിലെ പെർഫോമൻസിന് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് കയ്യടി കിട്ടത്തക്കവണ്ണം ഏറ്റവും ഭംഗിയായി ഈ സ്റ്റേജ് അവതരിപ്പിച്ച് തീർത്താൽ ജീവിതം ധന്യമായി. അതുകൊണ്ട് ജീവിതത്തെ അറിയുക. ഗുരു ജീവിതത്തെ പഠിപ്പിക്കുന്നു, ഇത് നാടകമാണ് എന്ന്. ആ നാടകത്തിലെ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടർ കൃത്യമായും നിർവഹിച്ചാൽ നമ്മുടെ ഈ ജീവിത നാടകം വളരെ വിജയകരമായി പര്യവസാനിക്കും. അതുകൊണ്ട് ഗുരു ആത്യന്തികമായി നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവവും നീയും ഞാനും തമ്മിൽ യാതൊരു ഭിന്നതയുമില്ല. ഇനി ഗുരുവിൻ്റെ ഇതര കൃതികളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതേ തത്വം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആത്യന്തികമായി ഈ ദർശനത്തെ, അതായത് എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നു, ഈ അന്വേഷണം ഉപാധികളിൽ കുടുങ്ങുന്നു. ആ ഉപാധികളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ച് ഏറ്റവും വാസ്തവമായ ഒരു ദൈവാനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് ഗുരു ചെയ്യുന്നത്. ഗുരുവിൻ്റെ ഏത് കൃതിയായിരുന്നാലും ആ ദൈവാനുഭവം നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആ വ്യക്തമായ കാഴ്ച നമുക്കുണ്ടാക്കി തരികയാണ്. അവിടെ എല്ലാം ഇപ്പം നമ്മൾ ഈ ഗുരുവിൻ്റെ കൃതികൾക്കൊരാമുഖം, വേറിട്ടൊരാമുഖം എന്നുള്ള ഒരു എപ്പിസോഡിൽ ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളുടെ തത്വം നമുക്ക് ഈ കൃതികളുടെ രചനയിലും കൃതികളിലെ പ്രതിപാദ്യത്തിനും കാണാൻ കഴിയുമെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഇപ്പം എല്ലാവരും ഗുരു ക്ഷേത്രപ്രതിഷ്ഠ ചെയ്തു എന്ന കാരണത്താൽ ഈ ക്ഷേത്രവിശ്വാസവും ദേവതാവിശ്വാസവും ഒക്കെ കൂട്ടിക്കുഴച്ച് അതിന് ഒരു ന്യായമായിട്ട് ഈ വിഗ്രഹ പ്രതിഷ്ഠകളെയാണ് എടുത്തുപയോഗിക്കുന്നത്. ഇപ്പം ഗുരു ശിവനെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഗുരു ശിവനെ സ്തുതിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും സ്തുതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശിവനെ സ്തുതിച്ച്, ശിവനെ പ്രാർത്ഥിച്ച്, ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശിവഭക്തനായി ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ നിലയിൽ അത് ചിന്തിക്കുമ്പം
ആ നിലയിൽ എന്നുവെച്ചാൽ ശിവനെ പ്രതിഷ്ഠിച്ചു, ശിവനെ സ്തുതിച്ചു. അതുകൊണ്ട് നമ്മളും ഗുരു കാണിച്ച ആ വഴിയെ പോവുക എന്ന് പറഞ്ഞാൽ ആ ഗുരു ചെയ്ത ഈ പ്രതിഷ്ഠകളെ ആരാധിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചാൽ പോരെ എന്ന് കരുതുന്നവരുണ്ട്. അത് അവരുടെ ആ നിലയിൽ അത് ശരിയാണ് എങ്കിൽ പോലും നമ്മൾ ആ പ്രതിഷ്ഠാ പ്രക്രിയയെ മൊത്തമായി കാണുമ്പോൾ എന്തുകൊണ്ട് ഗുരു ആ ഒരു പ്രതിഷ്ഠയിൽ മാത്രമായി നിന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഗുരു ദീപപ്രതിഷ്ഠയും ഫലകപ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും ഒക്കെ ചെയ്തു എന്നുകൂടെ ചിന്തിക്കേണ്ടതല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണല്ലോ ഈ പറഞ്ഞ പോലെ ശിവനിലോ സുബ്രഹ്മണ്യനിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദേവതാ വിശ്വാസത്തിലോ നമ്മുടെ ദൈവസങ്കല്പം, നമ്മുടെ ദൈവം പരിമിതപ്പെടരുത് എന്നൊരു താല്പര്യം തൃപാദങ്ങൾക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പം അപ്പോൾ ദേവതാ പ്രതിഷ്ഠകളല്ലാതെ ഗുരു ചെയ്തിട്ടുള്ള പ്രതിഷ്ഠകളെ കൂടി പ്രതിഷ്ഠകളോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഈ വിശ്വാസങ്ങൾക്കപ്പുറത്തുള്ള ഉദാത്തമായ ഒരു അർത്ഥതലം കിട്ടും. അപ്പം ആ അർത്ഥതലം വരുമ്പോഴാണ് ഇവിടെ പ്രതിപാദിച്ച ഇതാണ്. ഇപ്പം കണ്ണാടി പ്രതിഷ്ഠയിൽ നമ്മൾ കണ്ണാടി പ്രതിഷ്ഠയെന്ന് മാത്രം പറഞ്ഞുകൂടെ, അത് ഓങ്കാരവും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ, 80 വയസ്സിന് മേലെയുള്ള ഒരു അധ്യാപകൻ, റിട്ടയർഡ് അധ്യാപകൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഗുരു എവിടെയാണ് ഓം എന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഗുരുഗ്രാമത്തിലുള്ളവരും ഏകലോക മാനവ സഭയിലുള്ളവരും പരസ്പരം കാണുമ്പോൾ ഗുരു ഓം എന്ന് സംബോധന ചെയ്യും. അപ്പോൾ അദ്ദേഹം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഗുരു ഓം എന്ന് സംബോധന ചെയ്യുന്നത്? ഓം ബ്രാഹ്മണൻ്റേതല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം എന്ന് മാത്രമല്ല, ഗുരു എവിടെയാണ് ഓം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഏറ്റവും സ്നേഹമായിട്ടും ബഹുമാനത്തോടും കൂടി ഞാൻ പറഞ്ഞു, ആത്മോപദേശ ശതകം ഇത്രയും 99 മന്ത്രങ്ങൾ എഴുതിയിട്ട് 100ാമത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് അതും ഇതുമല്ല. അഹം സച്ചിദമൃതം എന്ന് തെളിഞ്ഞ ധീരനായി സത് അസത് ഈ പ്രതിപത്തിയറ്റ് സത്ത് ഓം ഇതി മൃദുവായി അമർന്നിടയണം. അപ്പം നോക്കൂ, ആത്മോപദേശത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മന്ത്രത്തിൽ ഓം എന്ന് പ്രതിപാദിച്ചുകൊണ്ടാണ് ഗുരു അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ക്ഷേത്ര പ്രതിഷ്ഠകൾ എടുത്ത് നോക്കൂ, ശിവനിൽ തുടങ്ങി അവസാനം പോയി നിന്നത് എവിടെയാണ്? ഓം എന്ന് ദർപ്പണത്തിൽ എഴുതി പ്രതിഷ്ഠിച്ച അവിടെയും ഗുരു ഓമിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അത് ഉൾക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഒരു മറുചോദ്യം ചോദിച്ചു, ഏതെങ്കിലും കൃതിയിൽ ഓം എന്ന് പ്രതിപാദിച്ച് തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ബാഹുലേയാഷ്ടകം വന്നു. ബാഹുലേയാഷ്ടകം തുടങ്ങുന്ന ഓം 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 ഹോമധൂമ പ്രകട അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതും അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ കൺവെൻഷനലാണ്. അവർക്കൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ ഗുരുവിലേക്ക് ആരോപിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പം ഗുരു ഇവിടെയും തുടക്കം ഇങ്ങനെ കൃതികളിൽ സ്തോത്രകൃതികളുണ്ട്. ആ സ്തോത്രങ്ങൾ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ ഞാനായതും ഭവതി. ഈ ഞാൻ ആരാണ്? അത് ഞാൻ ആരാധിക്കുന്ന ഈ നീ തന്നെയാണ്. അപ്പം എൻ്റെ ചൈതന്യവും നിന്റെ ചൈതന്യവും ഒന്നു തന്നെയാണ് എന്ന പരമമായ അറിവിലേക്കാണ് ജന്മി നവരത്നമഞ്ജരി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അപ്പം ഈശാവാസ്യ ഉപനിഷത്ത് എന്തുകൊണ്ടാണ് ഈശാവാസ്യം മാത്രം ഗുരു ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്ന് ചോദിക്കുമ്പോഴും തന്നിൽ നിന്ന് അന്യമായി എന്ത് കാണുന്നു സർവവും, അന്ന് ഏത് മോഹം, അന്ന് ഏത് ശോകം. കണ്ടോ? അപ്പോൾ തന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന ഈശാവാസ്യം ഈ കൃതികളിലെല്ലാം പ്രതിപാദിക്കുന്നതും തന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. അപ്പം സെൽഫ് റിയലൈസേഷൻ, നമ്മളുടെ ഈ ആത്മസാക്ഷാത്കാരം നമ്മൾ നേടണം. ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോഴീ പ്രപഞ്ചത്തെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ പരമമായ അഖണ്ഡമായ ബോധത്തിലേക്ക് നമ്മളെ ആനയിക്കുന്ന മഹത്തായ ഒരു ദാർശനിക കൃതിയാണ് ജനനി നവരത്നമഞ്ജരി. ഇങ്ങനെ നമുക്ക് ഈ 6ാമത് മന്ത്രത്തെ സമാപിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.